മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ വാമദേവനോട് പറയുന്നുണ്ട്, നീ ഇനി വന്നെങ്കിലും ശരി, എന്നെ കാണാൻ വന്നു പോകരുത് മേലിൽ. നീ വന്നു പറഞ്ഞാൽ ഞാൻ കൊത്തി അരിഞ്ഞ് ഇടും എന്നിങ്ങനെ പറയണം കേട്ടോ. ദേഷ്യത്തോടു കൂടി ദുർഗ പറയാണ്, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധമില്ല, നീ എൻ്റെ വിഷയേട്ടനെ കൊന്നില്ലേ എന്ന് പറയും. അതേപോലെ പ്രതാപനോടും പറയുന്നുണ്ട്, നിൻ്റെ മോളെ ഇനി എൻ്റെ മോനെ വേണ്ട, അവളെ എനിക്ക് ആരുമല്ല, ഇനി എനിക്ക് മരുമോളായിട്ട് അവളെ വേണ്ട എന്നും പറയണം കേട്ടോ. പിന്നീട് പോലീസുകാർ അവരെ കൊണ്ടുപോകണം. മുത്തശ്ശിയാകെ കരഞ്ഞുകൊണ്ട് പ്രതാപ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നീട് ദുർഗ മുത്തശ്ശിയോട് പറയും, നിങ്ങളുടെ കൊച്ചുമോളെ ഇനി എനിക്ക് വേണ്ട, നിങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ മരിക്കില്ല, നിങ്ങൾ നരകിച്ചേ മരിക്കുള്ളൂ, നിങ്ങളുടെ മോനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്ന് പറയണം കേട്ടോ. അതേസമയം അനന്തു പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല, നിൻ്റെ അമ്മാവനും അച്ഛനും എല്ലാവരും കൂടി ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. കാരണം നിൻ്റെ ഭാര്യ മഹാലക്ഷ്മിയെ തള്ളിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അതുകൊണ്ട് മാത്രമാണ് കണ്ണൻ ഈ കേസിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തത് എന്ന് ഇങ്ങനെ പറയണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നീയും നിൻ്റെ അമ്മയെ അറിയണമല്ലോ എന്ന് പറയണം. അതേസമയം കണ്ണനും പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും അറിയണം, അത് വേണ്ടിയിട്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു, പക്ഷേ അതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയണം കേട്ടോ. അതേസമയം ദുർഗയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയാണ്, ദുർഗയ്ക്കും കണ്ണനും. നിങ്ങളുടെ കൊച്ചുമോളെ വേണ്ട എന്ന് കണ്ണൻ്റെ മുൻപിലും എല്ലാവരുടെയും മുൻപിലും വെച്ചിട്ട് ഉണ്ണിയും പറയണം കേട്ടോ. ദുർഗ കണ്ണീരോട് കൂടി കണ്ണനോട് കൈകൂപ്പുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാർക്കോ അവിടെ ഇങ്ങനെ കരുണയെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഒരു ഗർഭിണിയായ പെണ്ണല്ലേ, നിനക്ക് എന്താണ് നിൻ്റെ പ്രശ്നം എന്നെല്ലാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് അവിടെ കരുണ ഇരിക്കണം, അവിടെ ലോപ്പസ് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് മുട്ടയൊക്കെ ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് വരികയാണ് കേട്ടോ. അതേസമയം മാർക്കോ ഇങ്ങനെ കത്തിയൊക്കെ ഊരിയിട്ട് കരുണയെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ശരി, അവർ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവന അപകടമാണ്, നിൻ്റെ ആയുസ് കമ്മിയാകുകയാണ്, ഏതായാലും അവർ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്നിങ്ങനെ പറയണം. കരുണ ആകെ മൊത്തം ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ലോപ്പസ് ആംപ്ലേറ്റൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഈ ഗർഭിണിയല്ലേ, നീ ഇത്തിരി കഴിച്ചോ എന്ന് പറയും. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ലാഞ്ഞാട്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നീ എന്നാലും എന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കണം, നിനക്ക് നന്നായി ജീവിച്ചു എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പം എന്തായി എന്നറിയില്ല, അനന്ത വിളിക്കായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആരും വിളിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ കരുണയുടെ ഫോൺ അടിക്കണം കേട്ടോ. പെട്ടെന്ന് കരുണ ഫോൺ എടുക്കാൻ പോകുമ്പോൾ മാർക്കോ പറയും, ഫോൺ എടുക്കേണ്ടത് അവിടെ വെക്കടി എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കുകയാണ് കേട്ടോ. അതേസമയം പുറത്ത് ഒരു കാറ് വരികയാണ്, മുത്തശ്ശി ഓടി വന്നതും തന്നെ കരുണ ഓടി പോകാൻ നോക്കും. നീ പോവണ്ട, ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ലോപ്പസ് വാതിൽ തുറക്കണം കേട്ടോ. മുത്തശ്ശി വേഗം വന്നിട്ട് പറയും, എൻ്റെ മോളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ പോയ കാര്യം എന്തായി ചോദിക്കും. അവരെ രണ്ടുപേരെയും ജയിലിൽ കൊണ്ടുപോയി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ലോപ്പസിനും മാർക്കോയ്ക്കും. അതെന്തായാലും നന്നായി എന്ന് പറയും കേട്ടോ. അതേസമയം അവനെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവനെ കോടതി വന്നപ്പോൾ അവനെ മാറ്റി നിർത്തി പറഞ്ഞു, അതുകൊണ്ട് അവനെല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് അവനെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തോ എന്ന്, ഞങ്ങളെ അത്രക്കാരല്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുപാലിക്കും, അങ്ങനെയാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം കരുണയോട് പറയുന്നുണ്ട്, മാർക്കോ ഉപദേശിക്കുന്നുണ്ട്, നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടിയേ, നിനക്ക് ആരും ഇല്ലാതെ അവരെന്തായാലും റിമാൻഡ് വന്നു കഴിഞ്ഞാലും കേസ് നടത്തും, അങ്ങനെ കേസ് നടത്തിയിട്ട് നിൻ്റെ അച്ഛൻ്റെ കംപ്ലീറ്റ് സ്വത്തും വിറ്റ് കഴിക്കും, അതേപോലെ തന്നെ വാമദേവൻ്റെ ഇരിക്കണ വീട് പോലും വിറ്റിട്ട് കേസ് നടത്തും, അവസാനം അവർ ജയിലിലും പോകും, നീ ഒരു കുഞ്ഞുമായിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കും, നിൻ്റെ മുത്തശ്ശിയും മരിക്കും, നിനക്ക് ആരും ഉണ്ടാവില്ലടി, നിനക്ക് നന്നായി ജീവിക്കാൻ പഠിക്കടി നീ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് അതങ്ങനെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കും, ഉണ്ണിയും അമ്മയും വന്നിരുന്നോ ചോദിക്കുക. അവരൊക്കെ വന്നിരുന്നു മോളെ, കണ്ണൻ്റെ കാര്യമല്ലേ, കണ്ണൻ എല്ലാ കാര്യവും പറഞ്ഞു, അവരൊക്കെ അറിഞ്ഞു, നിന്നെ അവർക്ക് വേണ്ട എന്നാണ് പറയുന്നത് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയും, എങ്ങനെ നിന്നെ വേണ്ട പറയും, അത് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേഡത്തിൻ്റെയും വീടാണ്, നീ അവിടേക്ക് എങ്ങനെ പോകും, എന്തായാലും ശരി, നിൻ്റെ ഭർത്താവും അമ്മയല്ലേ, അവർ പണത്തിൻ്റെ അത്യാഗ്രഹിയാണ്, ഇനി അവർ നിന്നെ സ്വീകരിക്കുകയില്ല എന്നുള്ളതൊന്നും അറിയില്ല, സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിൻ്റെ ഗതി അതോ ഗതിയടി, നിനക്കൊന്നുമില്ലാതാവും, നന്നായി ജീവിക്കാൻ നീ ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ലോപ്പസും മാർക്കോയും കൂടി പോവുകയാണ് കേട്ടോ.
അതേസമയം ആശുപത്രിയിൽ മോഹിനിയും ലേഖയും ഒക്കെ ഉണ്ട്. മോഹിനി മഹാലക്ഷ്മിക്ക് ഭക്ഷണം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ലേഖ കുഞ്ഞിനെ എടുത്തിട്ട് അയ്യോ ഇത് ആരെ പോലെ ഇരിക്കുന്നത് എങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കണ്ണനും അനന്തവും കൂടി വരിക കേട്ടോ. എന്തായി എന്ന് ചോദിക്കും. എല്ലാം ശരിയായി, അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം മോഹിനിൻ്റെ മുഖത്തൊരു വിഷമമൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു വല്ലായ്മ. പിന്നീട് എല്ലാ കാര്യങ്ങളും പ്രതാപം പറഞ്ഞു സത്യമായിട്ട്. കാരണം എന്താണെന്നറിയോ, അത് പറയാനൊരു കാരണമുണ്ട്. 20 വർഷം മുമ്പുള്ള കേസാണ്. അവർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തെളിവുമില്ല. പക്ഷേ അതിനു മുമ്പ് മാർക്കോ അവിടെ ഒരു കളി കളിച്ചു. മാർക്കോ ഇങ്ങനെ കരുണയെ പിടിച്ചിട്ട് കരുണയെ വന്നില്ല, മുത്തശ്ശി മാത്രമാണ് വന്നത് എന്ന് പറയും. അതുകൊണ്ടാണ് അയാൾ കറക്റ്റായിട്ട് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. എന്ത് ചെയ്യാനാ മോനെ, അവളെയും കൂടി നശിപ്പിച്ചു, കൊഞ്ചിച്ച് നശിപ്പിച്ചു. ഞാൻ അമ്മയാണെന്നുള്ള ധാരണ പോലും അവൾക്കില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മോഹിനി പറയണം, അവൾ തനിച്ചല്ലേ അവിടെ ഇരിക്കുന്നത്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മോഹിനി പോവുകയാണ് കേട്ടോ. മോഹിനി പോയപ്പോൾ തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ പറയണം കേട്ടോ, അമ്മ പണ്ട് മുതലേ അമ്മയ്ക്കൊരു മനസ്സമാധാനം എന്നും കിട്ടിയിട്ടില്ല. പണ്ട് അച്ഛൻ്റെ ദ്രോഹമായിരുന്നു, പക്ഷേ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം മാറി. എന്നെ കണ്ണേട്ടൻ കല്യാണം കഴിച്ചതോടുകൂടി അമ്മയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ കരുണയോട് പറയും, മോളെ ഇനി എന്ത് ചെയ്യും, എൻ്റെ മോള് ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയും. ഇനി അവർ വിളിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല മുത്തശ്ശി, ഞാൻ എന്താ ചെയ്യുക, അയ്യോ മോളെ അങ്ങനെ പറയരുത്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ മോളെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും മുത്തശ്ശി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാകെ ചങ്ക് പൊട്ടുകയാണ്. മോളെ ഇപ്പം നിൻ്റെ അമ്മയും നിൻ്റെ ചേച്ചിയും സന്തോഷിക്കുന്നുണ്ടാകും. അവർക്ക് അവർക്ക് എപ്പോഴും സന്തോഷം മാത്രമാണല്ലോ കൊടുക്കുന്നത്, അവർക്കൊരു നാശം കൊടുക്കുന്നില്ലല്ലോ. എൻ്റെ മോളിനി എന്ത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പരിതാപം പറഞ്ഞിട്ട് കരയണം കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി അവർ സന്തോഷിക്കല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് മുത്തശ്ശിയുടെ ഏറ്റവും വലിയ വിഷമം. പിന്നീട് സീമന്തിനി വാർത്ത കാണുമായിരിക്കും. വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതാപചന്ദ്രനെയും വാമദേവനെയും കണ്ണൻ്റെ ആ പഴയ കേസ്, അച്ഛനെ കൊന്ന കേസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അവർക്ക് ജാമ്യം കിട്ടിയില്ല എന്നെല്ലാം TV ന്യൂസിൽ കറക്റ്റായിട്ട് പറയണം കേട്ടോ. അത് കേട്ടതും തന്നെ സീമന്തിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയെ കൈവച്ചിട്ട് നാശമായ ഇനി ഞാൻ എന്ത് ചെയ്യും, നശിച്ചല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം സീമന്തിനി അങ്ങനെ മേഘനാഥനെ കാണാൻ പോവുകയാണ് കേട്ടോ. മേഘനാഥനോട് പറയും, മോനെ നിൻ്റെ അച്ഛനെയും അമ്മാവനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ആ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ നിൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കും, ജയിൽ പുള്ളിയുടെ മോളല്ലേ, നിൻ്റെ അച്ഛനുണ്ടായിട്ട് എന്ത് നേടി, നാശം മാത്രമല്ലാതെ വേറെ എന്ത് ചെയ്തു, ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് സീമന്തിന് ഇങ്ങനെ മേഘനാഥനോട് പറയണം കേട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കണ്ണനാണെങ്കിൽ ഒരു 10 പൈസ ചിലവിന് തരില്ല. സോദിയുടെ കല്യാണം എങ്ങനെ നടത്തുന്നുള്ളതും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കെട്ടാൻ വന്നാൽ അവർക്ക് നിറയെ സ്വർണവും പണവും കൊടുക്കണം, അതിനെൻ്റെ കയ്യിലില്ല. നീയാണെങ്കിൽ ഈ കിടക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ സീമന്തിന് പറഞ്ഞ് കരയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കാരണം അവരനുഭവിച്ചതിനുള്ളതെല്ലാം അവർക്ക് ഓരോരോന്നായിട്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.